പണ്ടിവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെടി ആദ്യമായി നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത്. ഇതാണ് നമ്മുടെ മെക്സിക്കൻ സ്വേർഡ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഈ പ്ലാന്റ് എൻ്റെ കൂടെയുണ്ട്. അന്ന് വാങ്ങിയൊരു ചെടി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ഒരിക്കൽ നന്നായിട്ട് വളർത്തിയെടുത്താൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മെക്സിക്കൻ സ്വേർഡ് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് പോലും പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത്. നല്ല രീതിയിൽ വളർന്നാൽ ഇതിൽ നിന്ന് നീളമുള്ള ഒരു ഫ്ലവർ സ്റ്റോക്ക് പുറത്തേക്ക് വരും. അതിനു മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ മനോഹരമായ വെള്ളപ്പൂക്കൾ ഉണ്ടാവും. പൂക്കൾ ചെറുതാണെങ്കിലും നമ്മുടെ വാട്ടർ ഗാർഡനിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പൂക്കൾക്ക് നല്ലൊരു ഭംഗിയാണ്. പക്ഷേ ഈ ഫ്ലവർ സ്റ്റോക്കിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പൂക്കൾ മാത്രമല്ല. ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റോക്കിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ബേബി പ്ലാന്റ്ലെറ്റ്സ് രൂപപ്പെടാൻ തുടങ്ങും. ആദ്യം നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഇലകൾ മാത്രമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന് താഴേക്ക് ചെറിയ വേരുകളും വളരാൻ തുടങ്ങും. ഇങ്ങനെ വേരും ഇലകളും നന്നായി വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞു ചെടിയെ ഫ്ലവർ സ്റ്റോക്കിൽ നിന്ന് പതിയെ വേർതിരിച്ചെടുത്ത് നമുക്ക് വീണ്ടും വെള്ളത്തിൽ നട്ടുവളർത്താം. അങ്ങനെ ഒരു മെക്സിക്കൻ സ്വേർഡിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ കഴിയും. ഇത് സീഡ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യും. പക്ഷേ നമ്മളിവിടെ കാണുന്നത് സീഡിൽ നിന്ന് വന്നതല്ല, ഫ്ലവർ സ്റ്റോക്കിൽ രൂപപ്പെടുന്ന ഈ ചെറിയ പ്ലാന്റ്ലെറ്റുകളാണ്.